ഹലോ ഗൈസ്, അപ്പോൾ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഇനാഗുറേഷനാണ്, അവളുടെ ഷോപ്പിൻ്റെ ഫാമിലി സലൂൺ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവൾക്ക് കോഴിക്കോട് വർക്കുള്ളതുകൊണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാമനാട്ടിലെത്തി, അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെത്തി ഗൈസ്. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു അവളെ കാണുന്നത്. കാരണം നമ്മുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. കുട്ടി ടെൻഷനിലാണ് നാളത്തെ ഇനാഗുറേഷൻ്റെ. അവർ 3 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് കേട്ടോ ഷോപ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവർക്ക് ഇനാഗുറേഷൻ ഇടാനുള്ള ഡ്രസ്സൊന്നും അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് പോകുന്നത്. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കടയിൽ കയറുന്നു, നോക്കുന്നു, അടുത്ത കടയിൽ കയറുന്നു. അങ്ങനെ 2-3 കടയിൽ കയറിയിട്ടാണ് കിട്ടിയത്. കാരണം അവർക്ക് 3 പേർക്കും ഒരേ ഡ്രസ്സ് വേണമായിരുന്നു. ഫുൾ ഓട്ടത്തിലായതുകൊണ്ട് അവരങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ബേക്കറി കയറി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങി. അവിടെ നിന്ന് നേരെ പോയത് തിരൂരിലേക്കായിരുന്നു. കാരണം സലൂണിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കേണ്ട, യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ശരി, നല്ല ടെൻഷനിലാണ് നാളത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. അൽഷിഫ മെഡിക്കേഷൻ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. പരിപാടി നാളെയാണ്. അത് വേറെ വിഷയം. യൂണിഫോം എടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു. പിന്നെ നമുക്ക് 2 ഫ്രണ്ട്സിനും കൂടെ കൂട്ടാനുണ്ടായിരുന്നു. സോ നമ്മൾ അവരുടെ വീട്ടിൽ പോയി നമുക്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. T&Tയിലായിരുന്നു പോയത്. കണ്ട ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും ഹാപ്പി. അറ്റ് ലാസ്റ്റ് നമ്മൾ പെരുമ്പാവൂരെത്തി ഗൈസ്. അപ്പം നീ ഞങ്ങൾ പണിയെടുത്തിട്ട് വരാം. അതെ, 2 ഫ്ലോറാണ് സലൂൺ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേക്കും പണിക്കര വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വർക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഹാഞ്ചി പിടിച്ചിട്ടാണ് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട പണിയെടുക്കുകയാണ്. അപ്പോൾ ഞാനും പോയി ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.